ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് നോക്കാം. കൂടാതെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എൻഡ് യൂസറിൻ്റെ കയ്യിലെത്തും. അവരാണ് കൺസ്യൂമർ. അവരുടെ സംരക്ഷണത്തിനായിട്ടുള്ള നിയമം 1986 പാസ്സാക്കിയിട്ടുള്ളത് ഇതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നമുക്കതിനൊരു ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നിങ്ങൾക്കറിയാം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നതിന് ശേഷം, അതായത് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ, മാൻ പവർ മാറിയിട്ട് നാച്ചുറലി ഓട്ടോമേഷനിലേക്ക് മാറിയതിന് ശേഷം നിങ്ങൾക്കറിയാം ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം ഓട്ടോമേഷൻ വളരെ ഈസിയായി, ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പമായി. കൂടാതെ ഒരിടത്ത് ഗ്ലോബൽ മാർക്കറ്റാക്കി മാറി വേൾഡ്. ഒരിടത്ത് നിർമ്മിക്കുന്ന പ്രോഡക്ട്സ് വളരെ വേഗം ലോകത്തിൻ്റെ ഓരോ കോണുകളിലേക്കും കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു തുണിയോ ഷൂസോ ഒക്കെ മേടിക്കണമെങ്കിൽ അതിൻ്റെ കോബ്ലറോ അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരോ അത് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാൻ പറ്റത്തുള്ളൂ. അതേസമയം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം ഏതൊരു വസ്തുവും മൾട്ടിറ്റ്യൂഡായിട്ട് ഒരുപാടെണ്ണം നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് എത്തി. അപ്പം ഒബിയസ്ലി അതിനുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വരുന്നതിന് മുമ്പ് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രോഡക്റ്റ് കടയിൽ നിന്ന് മേടിച്ചു തിരിക്കട്ടെ, സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രഷർ കുക്കർ കടയിൽ നിന്ന് മേടിച്ചു. ഈ പ്രഷർ കുക്കർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലോ ഒന്നുമില്ല, ഡയറക്റ്റ് കോർട്ടിൽ പോയി കേസ് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അറിയാം, ഒരു ചെറിയ കേസാണ്, ബട്ട് അത് ഒരുപാട് കാലം നിലനിൽക്കാം. 5, 8, 10 വർഷം നീക്കി വളരെ കാലം നിലനിൽക്കാൻ ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലായി. കാരണം ചെറിയ സാധനങ്ങൾക്കുള്ള കംപ്ലൈൻറ്റും അവർക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. അവരുടെ ഗ്രിവൻസസ് കേൾക്കാൻ ഒരു അതോറിറ്റി ഇല്ല. അതുമാത്രമല്ല, പല ആൾക്കാരും കംപ്ലൈൻറ്റ് ചെയ്യാണ്ടായി. അതുകൊണ്ട് എക്സ്പ്ലോയിറ്റേഷൻ ഒരുപാട് കൂടി. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് 5th ഡിസംബർ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നു. ഇത് ഇന്ത്യൻ നിയമത്തിലെ തന്നെ ഒരു നാഴികക്കല്ലാണ്. അത് മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്ത് പല ലോസും പിന്നെ വന്നിട്ടുണ്ട്. ഇത് പ്രസിഡന്റ് സൈൻ ചെയ്ത് പുള്ളിയുടെ തീരുമാനം ഓക്കെ ആണെന്ന് പറഞ്ഞത് 24th ഡിസംബർ 1986 ഇത് വന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആക്ട് നമുക്ക് നോക്കാം. ടു പ്രൊവൈഡ് ഫോർ ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കാനും കൂടാതെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയാണ് ഒരു നിയമം ഉണ്ടാക്കിയത്. രണ്ടാമത്തത് സ്പീഡി റെമഡി അല്ലെങ്കിൽ സ്പീഡി ഗ്രിവൻസ് റിഡ്രസൽ എന്ന് പറയാം. കൺസ്യൂമേഴ്സിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ കൊണ്ടുപോയി 8-10 വർഷം വളരെ നീണ്ടു നിൽക്കുന്ന കേസ് ഉണ്ടാവാതെ വളരെ ചുരുങ്ങിയ കാലത്തിൽ അവർക്ക് അവരുടെ സൗകര്യത്തിൽ തന്നെ പെട്ടെന്ന് റെമഡി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ലീഗൽ സൊല്യൂഷൻ കിട്ടാനായിട്ട് ഉപകരിച്ചു. മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ ആക്ട് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ വന്നില്ലായിരുന്നെങ്കിൽ ആൾക്കാർ കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒബിയസ്ലി അറിയാം, ഒരുപാട് കാലങ്ങൾ നിലനിൽക്കും. അതുകൊണ്ട് പല ആൾക്കാരും കേസിനോ വഴക്കിനോ പോകത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? കമ്പനീസ് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കും. കാരണം കംപ്ലയിൻറ്റ് വരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാനായിട്ട്, അതായത് കൺസ്യൂമേഴ്സിന് പെട്ടെന്ന് നീതി കിട്ടാനും അവരെ കമ്പനീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഈ ആക്ട് ഉപകരിക്കും. ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽ. കൺസ്യൂമറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൺസ്യൂമർ കൗൺസിൽ രൂപീകരിക്കാനും ആ കൺസ്യൂമർ കൗൺസിലുകൾ അവരുടെ കോടതിയുടെ അതേ പവറുള്ള കൺസ്യൂമർ കൗൺസിലുകൾ കൺസ്യൂമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ് കേൾക്കാനും അവർക്ക് സൊല്യൂഷൻ കൊടുക്കാനും ഉപകരിക്കും. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. 3 കൗൺസിൽസാണുള്ളത്: സ്റ്റേറ്റ് കൗൺസിൽ, ഡിസ്ട്രിക്ട് കൗൺസിൽ, നാഷണൽ കൗൺസിൽ. അടുത്തത് സെയിലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തു. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് കവേഴ്സ് ഓൾ പബ്ലിക് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടർ. പ്രൈവറ്റ് മാത്രമല്ല, പബ്ലിക് മാത്രമല്ല, കോപ്പറേറ്റീവ് സെക്ടേഴ്സിലും ഇത് ഉപയോഗിക്കാം, എവിടെയൊക്കെയാണോ കൺസ്യൂമേഴ്സ് വരുന്നത്. രണ്ടാമത്തത്, ദർ ആർ പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ ആൻഡ് എക്സ്ട്രാ ഹെൽപ്പ് ടു ദ കൺസ്യൂമർ, അതായത് എൻഡ് യൂസർ അല്ലെങ്കിൽ ഉപഭോക്താവിന്
ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പം അയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ലീഗൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ അയാളെ ഈ ബുദ്ധിമുട്ട് കണക്കാക്കി അയാൾക്ക് നെസസറി ആയിട്ടുള്ള ലീഗൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട്. ദാറ്റ് പ്രൊവൈഡ് സെവറൽ റൈറ്റ് ടു ദ കൺസ്യൂമേഴ്സിന് ഒരുപാട് അവകാശങ്ങൾ കൊടുക്കും. കാരണം ഇതിനു മുമ്പ്, അതായത് ഈ ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പും അവർക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിലും ഇത്രയും വെൽ ഡിഫൈൻഡ് ആയിരുന്നില്ല. ഇന്ന റൈറ്റ്സ് അവർക്കുണ്ടെന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ബേസിക്കലി നമ്മുടെ ഭാരതത്തിലെ ഭരണഘടന ബാക്കിയുള്ള പലതിലും കൺസ്യൂമറിന് റൈറ്റ് ഉണ്ടെങ്കിലും ഇന്ത്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷമാണ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. അതായത് കൺസ്യൂമറിന് ഇന്ന റൈറ്റ് ഉണ്ട്, ഇന്ന അവകാശങ്ങൾ അവർക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സേഫ്റ്റി, ഇൻഫർമേഷൻ, ചോയ്സ്, റെപ്രസെൻ്റൽ, റിഡ്രസൽ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് റൈറ്റ്സ് വെൽ ഡിഫൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദി ആക്ട് സേഫ് ഗാർഡ് ദി കൺസ്യൂമർ അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓർ ഫോൾട്ടി ഡിഫക്റ്റീവ് ഗുഡ്സ്. ഒരു കേടായ വസ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന നഷ്ടത്തിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് എ 3-tier സിസ്റ്റം. നമ്മൾ പറഞ്ഞു 3-tier സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാലും സെഷൻസ് കോർട്ടാണ് വരുന്നത്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട് വരും, അത് കഴിഞ്ഞ് ഹൈക്കോർട്ട് വരും, സുപ്രീം കോടതിയും വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേജല്ല, ഒരു 3-tier സിസ്റ്റമാണ്. 3-tier സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ടാവും. അതായത് കേരളത്തിലുള്ള ആൾക്കാർക്ക്, കേരളത്തിലുള്ള ഉപഭോക്താക്കൾക്ക് അവർക്കൊരു നീതി കിട്ടിയില്ലെങ്കിൽ നേരെ പോകാൻ പോകുന്നത് ട്രിവാൻഡ്രത്തിലുള്ള സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. അതേസമയം തമിഴ്നാട്ടിലാണെങ്കിൽ നേരെ മദ്രാസിലാണ് പോകുന്നത്. ഇതുപോലെ ഓരോ സ്റ്റേറ്റിനും ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുണ്ട്. ഇനി അവിടെ അവർക്ക് നീതി കിട്ടിയില്ലെങ്കിലോ നമ്മൾ നേരെ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കുന്നത് നേരെ ഹൈക്കോർട്ടിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുണ്ട്. അതായത് കേരളത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. കൂടാതെ അതിൻ്റെ മെയിൻ സ്റ്റേറ്റിലായിട്ട് വരുന്നത് നേരെ ട്രിവാൻഡ്രത്താണ്. കൂടാതെ അതിൻ്റെ ഒരു ഹയർ അതോറിറ്റി ആയതുള്ള നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലും ഉണ്ട്. ഇതൊരു 3-tier സിസ്റ്റം എന്ന് പറയും. അതായത് ഫസ്റ്റ് ലെവൽ അപ്പീൽ, സെക്കൻഡ് ലെവൽ അപ്പീൽ, ഫൈനൽ അപ്പീൽ, ഇങ്ങനെ 3 ലെവലിലേക്ക് പോകാൻ പറ്റും. ദ കംപ്ലയിൻസ് ആർ ടു ബി അഡ്രസ്ഡ് ആൻഡ് റിസോൾവ് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് ഒരുപാട് കാലം നിലനിൽക്കാതെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടുവന്നാൽ നിശ്ചിത കാലത്തിനുള്ളിൽ തന്നെ അത് സോൾവ് ചെയ്ത് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി ആക്ട് ഹാസ് ദ പ്രൊവിഷൻ ടു എസ്റ്റാബ്ലിഷ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ടു മേക്ക് ദ കൺസ്യൂമർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. ഉപഭോക്താവിന് അവർക്ക് റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്താനും കൂടെ ഇത് ഒരുപാട് ഉപകരിക്കും. സ്കോപ്പ് ഓഫ് ദി ആക്ട്. ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദി ആക്ട് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നടന്ന ഒരു ചേഞ്ചിന് ശേഷം അതിനുശേഷം ജമ്മു കാശ്മീരിലും കൂടെ ഇത് ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തത് വാങ്ങിച്ച ഗുഡ്സും അല്ലെങ്കിൽ ബയർ, ഉപഭോക്താവിന് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രൈവറ്റോ പബ്ലിക്കോ കോപ്പറേറ്റീവ് സെക്ടറിന് വരെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞത്. ഇറ്റ് അപ്ലൈസ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് എനി കൈൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഓവറോളാണ് ഇത് ആപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അത് അമെൻമെൻറ്റിന് മുമ്പ് വരെയാണ്. രണ്ടാമത്തത് യൂസ്ഡ് ഗുഡ്സോ ബയേഴ്സോ, ഉപഭോക്താവോ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ വാങ്ങുന്ന വസ്തുക്കളോ കംപ്ലീറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത് ഇത് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടറാണ്. പ്രൈവറ്റ് എന്ന് എടുത്ത് പറയാൻ കാരണം കുറച്ച് കാലം മുമ്പ് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ കമ്മീഷണറും അതായത് റിലയൻസ് ഇൻഡസ്ട്രിയും തമ്മിലൊരു കേസ് നടന്നായിരുന്നു. കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രി പറഞ്ഞു ഇത് പബ്ലിക് സെക്ടറിൽ മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെ ഇൻഫർമേഷൻ കമ്മീഷണർക്ക് കൊടുത്തിട്ടില്ല. പുള്ളി നേരെ കേസ് ഫയൽ ചെയ്തു. കേസ് കോടതി വന്നപ്പോഴത്തേക്കും കോടതി പറഞ്ഞു അതില്ല, പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും കോപ്പറേറ്റീവ് സെക്ടേഴ്സിനാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഓഫ് കൺസ്യൂമേഴ്സ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. മാർച്ച് 15 ഇന്ത്യയിൽ കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഡേ ആഘോഷിക്കാനും കൂടാതെ ഈ ആക്ടിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ, അതായത് ബേസിക് റൈറ്റ് ഓഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ നേരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ബേസിക് റൈറ്റ്, കൺസ്യൂമറിൻ്റെ എല്ലാ അവകാശങ്ങളും അവർക്ക് കിട്ടേണ്ട നിയമങ്ങളും അവർക്കുള്ള പ്രൊട്ടക്ഷനും കൊടുക്കാനാണ് ശരിക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ളത്. അപ്പോൾ നമുക്കത് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഓർ റൈറ്റ് ടു
സേഫ്റ്റി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എവറി കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജീവഹാനി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ പ്രൊമോട്ട് ചെയ്യുക, സെയിൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആ വസ്തുക്കളിൽ നിന്ന് കൺസ്യൂമറിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ്. കാരണം ഈ ഒരു ആക്ട് വന്നതിന് ശേഷമാണ് പല ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പല പ്രോഡക്ട്സിൻ്റെയും സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് റെസ്ട്രിക്റ്റ് ആയത്. റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത വ്യക്തമായിട്ട് അറിയാനായിട്ടുള്ളത് അവകാശം. ഒരു സാധനം കടയിൽ മേടിക്കാൻ പോയി, കടയിൽ മേടിക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ടി വി ആണ്, LGയുടെ ഒരു ടി വി ആണ് മേടിക്കാൻ പോയെങ്കിൽ ആ ടി വി ഏതാണ്, ഏത് ബ്രാൻഡാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, പിന്നെ അതിനുള്ള പ്രോസസ്സർ എന്താണ്, അതിൻ്റെ സ്ക്രീൻ എന്താണ്, വാറൻറ്റി എത്രത്തോളമാണ്, സർവ്വ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് കൺസ്യൂമറിനെ അറിയിച്ചിരിക്കണം. അത് വെർബലായിട്ടും റിട്ടണായിട്ടും വ്യക്തമായിട്ട് ഇവരെ അറിയിച്ചിരിക്കണം എന്നാണ്. റൈറ്റ് ടു ചൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണം ചോയ്സ് ചെയ്യണം, ഒരു അവകാശം. ഉദാഹരണത്തിന് ഒരു ടി വി മേടിക്കാൻ പോയി, അപ്പോൾ ടി വി മേടിക്കുകയാണെങ്കിൽ LGയുടെ ടി വി തന്നെ കാണിച്ചിട്ട് അതേ മേടിക്കാവൂന്ന് പറയാൻ പറ്റത്തില്ല. ടി വിക്ക് ഒരുപാടെണ്ണം ഉണ്ടാകും. ഇപ്പോൾ ടി വി ഉണ്ടാവും, LG ഉണ്ടാവും, സാംസങ് ഉണ്ടാവും, സോണിയുടെ ടി വി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ടി വി ഉണ്ടാകും. അപ്പം അവർക്ക് അവരുടേതായ ഇഷ്ടം, അതായത് പേഴ്സണൽ ഇഷ്ടം കൊണ്ട്, അവരുടെ ഫ്രീ വില്ല് കൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പറ്റണം. റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ്. ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരുമ്പോഴത്തേക്കും എന്താണ്? കൺസ്യൂമറിൻ്റെ കംപ്ലയിൻറ്റ്സ് കേൾക്കണം, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് കേൾക്കണം. റൈറ്റ് ടു ബി ഹേർഡ്, അവർ പറയുന്നത് ആ ഒരു കമ്പനിയോ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ കേൾക്കണം. Every consumer has the right to be heard and to be assured that the consumer interest will receive due consideration at appropriate forums. So a consumer is dissatisfied with the product, they have the right to file a complaint against. ഓരോ ഫോറം, അതായത് സ്റ്റേറ്റ് ഫോറം, ഡിസ്ട്രിക്ട് ഫോറം, നാഷണൽ ഫോറം, ഈ ഫോറത്തിൽ കൺസ്യൂമർ പോയി പരാതി പറഞ്ഞാൽ നിങ്ങളുടെ പരാതി എന്താണ്, പരാതി പറയൂ എന്ന് they have the right to be heard. പിന്നെ അത് മാത്രമല്ല, ഇനീഷ്യലി ഫോറംസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ കമ്പനീസിൽ ഡയറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്യാവുന്ന പല ഓപ്ഷൻസും ഉണ്ട്. എല്ലാ കമ്പനിക്കും അവർക്ക് കംപ്ലയിൻറ്റ് ഫോറംസ് ഉണ്ട്, കൂടാതെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. സോ ദേ ഹാവ് എ റൈറ്റ് ടു ബി ഹേർഡ്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. എന്താണ് റൈറ്റ് ടു സീക്ക് ഫോർ റിഡ്രസൽ? റൈറ്റ് ടു സീക്ക് ഫോർ റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നടക്കുക, അല്ലെങ്കിൽ അതായത് നീതിക്ക് നിരക്കാത്ത കച്ചവടം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കൊണ്ട് കൺസ്യൂമറിന് നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടത്തിന് അവരെ കംപ്ലയിൻറ്റ് ചെയ്യാനും ആ നഷ്ടപരിഹാരം നേടിയെടുക്കാനും അവർക്ക് അവകാശമുണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ? നിങ്ങൾക്കറിയാം, എഡ്യൂക്കേഷൻ എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം. അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു അക്വയർ സ്കിൽസ് ആൻഡ് നോളജ് നീഡഡ് ടു മേക്ക് ഇൻഫോർമൽ കോൺഫിഡൻറ്റ് ചോയ്സ് അബൌട്ട് ദ ഗുഡ്സ് വൈൽ ബീയിങ് അവെയർ ഓഫ് ദ ബേസിക് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമറിനുള്ള അവരുടെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും അത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാനും അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഗുഡ്സ്, റൈറ്റ് ചോയ്സസ് അവർക്ക് എടുക്കാനും അവർക്ക് സാധിക്കും. റെമഡീസ് ഓർ റിലീഫ് ടു കൺസ്യൂമർ. റെമഡീസ് അല്ലെങ്കിൽ റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസ്യൂമറിന് ഒരു നഷ്ടം വന്നു, അപ്പോൾ നഷ്ടം വന്നപ്പം എന്തൊക്കെ രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കാം, അതാണ് റെമഡീസ് ഓർ റിലീഫ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, റിമൂവൽ ഓഫ് ഡിഫെക്ട്സ് ഫ്രം ദ ഗുഡ്സ്. ആ വസ്തുക്കൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. റീപ്ലേസ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സാധനം മാറ്റി പുതിയത് കൊടുക്കുക. ഒന്നുകിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധനം മാറ്റി കൊടുക്കുക. റീഫണ്ട് അഗെയിൻസ്റ്റ് ദ ഡിഫക്റ്റീവ് ഗുഡ്സ്. ശരി, ആ വാങ്ങിച്ച സാധനം വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചെടുത്തിട്ട് അതിനുള്ള പൈസ തിരിച്ചു കൊടുക്കുക. അവാർഡ് ഓഫ് കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഓഫ് ഇഞ്ചുറി സഫേർഡ്. അവർക്ക് എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കുക. സേ ഫോർ എക്സാമ്പിൾ, ഒരു കൂടിയ കാർ ഒരാൾ എടുത്തു എന്നിരിക്കട്ടെ. സേ ഫോർ എക്സാമ്പിൾ BMW ഒരു കാർ, അതിൽ എയർ ബാഗ് എല്ലാം വർക്കിംഗ് ആവേണ്ടതാണ്. ബട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും എയർ ബാഗ് വർക്ക് ചെയ്തില്ല. എയർ ബാഗ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇയാൾക്ക് കുറച്ച് ഒടിവും ചതവൊക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഇതിന് കമ്പനിയെ സൂ ചെയ്ത് കോമ്പൻസേഷൻ നേടാവുന്നതാണ്. കാരണം കമ്പനി അനൗൺസ് ചെയ്യുന്നത് എയർ ബാഗ് വർക്ക് ചെയ്യുമെന്നാണ്. ഇതൊരു എക്സ്ട്രാ ഇടി നടന്നിട്ടും എയർ ബാഗ് ആക്റ്റീവായാല ഇയാൾക്ക് സുരക്ഷിതത്വം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം മേടിക്കുക. ഇതൊരു എക്സാമ്പിളാണ്. ഇത് ചെറിയ വസ്തുക്കൾ മുതൽ എത്ര വലിയ വസ്തുക്കളിലും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. റിമൂവൽ ഓഫ് ഡിഫെക്ട്സ് ഓർ ഡെഫിഷ്യൻസി ഇൻ സർവീസ്. ചില സർവീസ് കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ
ആ ഡിഫക്റ്റ് മാറ്റി കൊടുക്കുക. ഡിസ്കണ്ടിന്യൂസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഓർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് നോട്ട് ടു റിപ്പീറ്റ് ദം. ഇപ്പോൾ ചില കമ്പനികൾ അവരുടെ ട്രേഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ കച്ചവട നിയമങ്ങൾ നല്ലതല്ലെങ്കിൽ അത് നിർത്താനും നല്ല രീതിയിലുള്ള ട്രേഡ് പ്രാക്ടീസസ് പുനരാരംഭിക്കാനും ഉള്ള അവകാശമുണ്ട്. പ്രൊഹിബിഷൻ ഓൺ സെയിൽ ഓഫ് ഹസാർഡസ് ഗുഡ്സ്, ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോസീവായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ വിൽക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാനാണ്. അടുത്ത റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമർ. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്യൂമർ ഹാസ് ടു ബി എഡ്യൂക്കേറ്റഡ് അബൌട്ട് ദി ബേസിക് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇനി നമുക്ക് റെസ്പോൺസിബിലിറ്റിയിലാണ് നോക്കുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ. കൺസ്യൂമറിന് എപ്പോഴും ആ കമ്പനിയെ ബ്ലെയിം ചെയ്താൽ മതിയോ? അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് നോക്കാം. എവറി കൺസ്യൂമർ ഷുഡ് ബി അവെയർ ഓഫ് ദ റൈറ്റ്സ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ അറിഞ്ഞിരിക്കണം. ദേ ഷുഡ് ബി വെൽ അവെയർ ഓഫ് ദ പ്രോഡക്റ്റ് ദേ ആർ ബൈയിങ് ഫോർ. അവർ വാങ്ങാൻ പോകുന്ന ഒരു വസ്തുവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിലേ വാങ്ങാവൂ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു കൺസ്യൂമറിന് എഡ്യൂക്കേഷൻ ഉണ്ട്. അവരുടെ ബേസിക് സ്കില്ല് വെച്ച് അവർ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു കൺസ്യൂമർ ഒരു വസ്തു മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് മുഴുവനായിട്ട് അറിഞ്ഞിട്ടേ മേടിക്കാൻ പോകാവൂ. വൈൽ മേക്കിംഗ് എ പർച്ചേസ് ഹീ ഷുഡ് ഡിമാൻഡ് എ പ്രോപ്പർ ബിൽ ഫോർ പർച്ചേസ്. ഒരു സാധനം മേടിച്ചാൽ ബില്ലുണ്ടായിരിക്കണം. നമ്മൾ ഇതിനു മുമ്പ് പല ചാപ്റ്റേഴ്സിലും പഠിച്ചതാണ്. ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ, അതായത് ഒരു സാധനം മേടിച്ചു എന്ന് കടയിലുള്ളൊരു തെളിവാണ്. ഇന്ന സാധനം ഇന്ന വിലയ്ക്ക് ഇന്ന ആൾക്ക് ഞാൻ വിറ്റിട്ടുണ്ടെന്ന് കടക്കാരൻ കൊടുക്കുന്ന ഒരു പ്രിൻ്റഡ് ഫോമാണ്. അപ്പോൾ ബില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസ്യൂമർ ഫോറത്തിൽ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയുന്നു, വാലിഡ് ആയിട്ടുള്ള പ്രൂഫ്, അതായത് ഇന്ന കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള വാലിഡ് ബില്ലുണ്ടെങ്കിൽ മാത്രമേ കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈൻറ്റ് സ്വീകരിക്കത്തുള്ളൂ. ഹീ ഷുഡ് ഫയൽ എ കംപ്ലൈൻറ്റ് ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ഫോൾട്ടി നോട്ട് ഡിസാറ്റിസ്ഫാക്ടറി. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടി, ആ പ്രോഡക്റ്റ് വർക്കിംഗ് അല്ല, കമ്പനി ഒരുപാട് അറിയിച്ചു, അവർ റിപ്പയർ ചെയ്തും കൊടുത്തില്ല, റീപ്ലേസ് ചെയ്തും കൊടുത്തില്ല. എന്നാൽ ഉടനെ ചെയ്യേണ്ടത് നേരെ കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യാണ്. ഇത് കൺസ്യൂമറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഹീ ഷുഡ് ചെക്ക് ദ സ്റ്റാൻഡേർഡ് മാർക്ക് ദാറ്റ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ഓതൻറ്റിസിറ്റി ഓഫ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ഇന്ത്യയിൽ ഒരു വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം അറിയിക്കാൻ വേണ്ടി സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഇപ്പം ISI ഉണ്ട്, ISI 2000 ഉണ്ട്, അങ്ങനെയുള്ള ISI മുദ്ര എന്നൊക്കെ കേട്ടിട്ടില്ല. ഇതൊരു പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് ആകുമ്പം നിങ്ങൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഗുഡിൽ EU എന്ന് എഴുതിയിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ. അതായത് യൂറോപ്യൻ യൂണിയൻ പറയുന്ന സ്പെസിഫിക്കേഷനിൽ മാത്രമേ വരാവൂ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം എന്താണ് സ്പെസിഫിക്കേഷൻ. നിങ്ങൾ ഒരു മൊബൈൽ മേടിക്കാൻ പോയി. ഇപ്പോൾ മൊബൈൽ യൂറോപ്യൻ യൂണിയൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും വില 15,000 രൂപയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചൈന സ്റ്റോറിൽ പോയപ്പോഴത്തേക്കും അതേ ഫംഗ്ഷനുള്ള സാധനം വെറും 3,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ സ്പെസിഫിക്കേഷൻ ഇല്ല. ഇതിലെന്താണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. യൂറോപ്യൻ യൂണിയൻ്റെ സ്പെസിഫിക്കേഷനുള്ള സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകത്തില്ല. കാരണം റേഡിയേഷനൊക്കെ മിനിമലായിരിക്കും, വേറെ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് വേവ്സ് എമിറ്റ് ചെയ്യില്ല, അതിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതേസമയം ചൈനീസ് സാധനം മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ ആപത്തുണ്ടാക്കുന്ന ഹൈ ലെവൽ ഓഫ് റേഡിയേഷൻ വരാം, കൂടാതെ അത് എക്സ്പ്ലോഡ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, അതിൽ നിന്ന് ചിലപ്പോൾ വേറെ റേഡിയോ ആക്റ്റീവ് എമിഷൻസും ഉണ്ടാവാം. ഇതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ അരി, ഗോതമ്പ് മുതൽ കാർസിനും എയർക്രാഫ്റ്റിനും വരെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. കാരണം സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു മുദ്രയാണ്, ഇന്ന ഗുണനിലവാരമുള്ള വസ്തുക്കളാണ്. ഹൂ ക്യാൻ ഫയൽ എ കംപ്ലയിൻറ്റ് ആൻഡ് ഹൗ ദ കംപ്ലയിൻറ്റ് ഈസ് മെയ്ഡ്. അപ്പം ഒരു വാങ്ങിച്ച പ്രോഡക്റ്റിന് കംപ്ലയിൻ്റ് ഉണ്ടായി, ആർക്കാണ് അതിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. എ കംപ്ലയിൻറ്റ് ക്യാൻ ബി ഫയൽഡ് ബൈ എ പേഴ്സൺ ഡിഫൈൻഡ് ഇൻ ദ ടേം കംപ്ലയിൻറ്റൻറ്റ്. കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ സിമ്പിളി ഇത്രയും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു വസ്തു ആരാണോ മേടിച്ചത് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നത് കൊണ്ട് ആർക്കാണോ നഷ്ടമുണ്ടായത് അയാളാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞത്. ഇയാൾക്ക് ഒരു കൺസ്യൂമർ ഫോറത്തിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഹോൾ ഡൈനാമിക്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നത് കൺസ്യൂമർ ഫോറത്തിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. നിങ്ങളൊരു ഉപഭോക്താവ് എന്നിരിക്കട്ടെ, നിങ്ങളൊരു സാധനം മേടിച്ചു. സേ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൈൻഡർ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് മേടിച്ചു, പക്ഷേ അത് ഫോൾട്ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയെയും നിങ്ങളുടെ കടക്കാരനെയും ഒരുപാട് അറിയിക്കാൻ ശ്രമിച്ചു, പക്ഷേ അയാൾ അതിനുള്ള റിപ്ലൈ തരാനോ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ പുതിയ സാധനം തരാനോ കൂട്ടാക്കിയിട്ടില്ല.
പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നേരെ കൺസ്യൂമർ ഫോറത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ടയർഡ് സിസ്റ്റമാണ്. അതിൽ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, നാഷണൽ കൺസ്യൂമർ ഫോറംസ് ഉണ്ട്. നിങ്ങൾ വാങ്ങിച്ച വസ്തുവിൻ്റെ വില 20 ലക്ഷം രൂപയുടെ താഴെയാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, 20 ലക്ഷത്തിനകത്താണ് വരുന്നതെങ്കിൽ നേരെ പോയി ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിൽ നിന്നാണ് ഒരു സാധനം മേടിച്ചതെങ്കിൽ കാലിക്കറ്റുള്ള കൺസ്യൂമർ ഫോറത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. ഇനി 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ, 1 കോടി രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലാറ്റ് വാങ്ങുക അല്ലെങ്കിൽ അതിന് മേലെയുള്ള കാറ് മേടിക്കുക, അങ്ങനെയുള്ള വസ്തുക്കൾ 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ നേരെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിലാണ് വരേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറം ട്രിവാൻഡ്രത്തിലാണ്. ഇനി 1 കോടിക്ക് മുകളിലാണ് നിങ്ങൾക്ക് ഗ്രീവൻസ് ഉള്ള വസ്തുവെങ്കിൽ നേരെ ഡയറക്റ്റായിട്ട് പോയിട്ട് നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യാം. അപ്പം 20 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ സ്റ്റേറ്റും, 20 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിൽ ഡിസ്ട്രിക്റ്റും, 1 കോടിക്ക് മേലെയാണെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഫോറത്തിലും പറയാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെയുണ്ട്. ഇഫ് സപ്പോസ് നിങ്ങൾ 20 ലക്ഷം രൂപയുടെ, കാരണം ഒരു ഗ്രൈൻഡറിന് മാക്സിമം 5000 രൂപയ്ക്കത്തെ ഒരു ഗ്രൈൻഡർ കിട്ടും. നിങ്ങൾ വാങ്ങിച്ച സാധനം നേരെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ പോയി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ നിങ്ങൾ വിചാരിച്ച രീതിയിലൊരു റെമഡി കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത അപ്പീൽ പോകാൻ പോകുന്നത് നേരെ സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറത്തിലേക്ക് വരാം. സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറം നിങ്ങളുടെ പ്രോബ്ലം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ന്യായമായിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ നാഷണൽ കൺസ്യൂമർ ഫോറത്തിലേക്ക് പോകാം. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നീതി കിട്ടിയില്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നേരെ സ്റ്റേറ്റിലേക്ക് പോകാം. സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഫോറം വരെ നിങ്ങൾക്ക് പോകാം. ഇനി നിങ്ങൾ നമ്മൾ പറഞ്ഞു ഗ്രൈൻഡർ മേടിക്കുന്ന സമയത്ത് ഗ്രൈൻഡറിനുള്ള ആ ഒരു കംപ്ലൈൻറ്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ നേരെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിലാണ് പോയത്. കാലിക്കറ്റിലുള്ള ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിലാണ് പോയത്. അപ്പോൾ ആ കൺസ്യൂമർ ഫോറത്തിനകത്ത് പോകുമ്പം എന്തൊക്കെയാണ് നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്? എ കംപ്ലൈൻറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നിങ്ങൾ വെറുതെ പോയി റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ദ നെയിം ആൻഡ് ഫുൾ അഡ്രസ് ഓഫ് ദ കംപ്ലൈൻറ്റൻറ്റ്. നിങ്ങളാണ് പരാതിക്കാരനെങ്കിൽ നിങ്ങളുടെ പേരും മുഴുവൻ അഡ്രസ്സും വേണം. നെയിം ആൻഡ് ഫുൾ അഡ്രസ് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടി. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ്. സേ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റിന് അഗേൻസ്റ്റാണ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ബിൽഡറിൻ്റെ അഡ്രസ്സും ഓഫീസ് അഡ്രസ്സും അതുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, വാങ്ങിച്ച വസ്തുവിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരം. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇന്ന സാധനമാണെങ്കിൽ ഇന്ന മോഡലാണ്, ഇത്ര എണ്ണം മേടിച്ചിട്ടുണ്ടെന്ന് പറയണം. പ്രൈസ്, വാങ്ങിച്ച വില, പ്ലസ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള അതിൻ്റെ ബില്ല് അതെല്ലാം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഡേറ്റ് ആൻഡ് പ്രൂഫ് ഓഫ് പർച്ചേസ്, ഞാൻ പറഞ്ഞു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം. ദ ഫാക്ട്സ് റിലേറ്റിംഗ് ടു കംപ്ലയിൻറ്റ് ആൻഡ് വെൻ ആൻഡ് വെയർ ഇറ്റ് അക്രോസ്. ബാക്കി ഡീറ്റെയിൽസ്, എപ്പോഴാണ് നടന്നത്, നിങ്ങൾ ഏത് സമയത്താണ് പോയി മേടിച്ചത്, ആരാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാം സാധനങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ പേയ്മെൻ്റ് ആണോ പാർട്ട് പേയ്മെൻ്റ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. റിലീഫ് വിച്ച് ദി കംപ്ലയിൻറ്റ് സിക്ക്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതായത് പരാതിക്കാരന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. ആ സാധനം റീപ്ലേസ് ചെയ്ത് തരണോ, അതോ റിപ്പയർ ചെയ്ത് തന്നാൽ മതിയോ, അതോ ആ സാധനമേ നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ മുഴുവൻ പൈസ റീഫണ്ട് ചെയ്യണോ, നിങ്ങൾക്ക് എന്താണ് ഗ്രീവൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കാലിക്കറ്റിലുള്ള കൺസ്യൂമർ ഫോറത്തിൽ പോയെന്നിരിക്കട്ടെ. ആ കംപ്ലയിൻറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടല്ലോ, കൺസ്യൂമർ ഫോറം ബാക്കി ഓപ്പോസിറ്റ് പാർട്ടിക്കെതിരെ നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് പറയും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. കൂടാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ ചില പ്രത്യേക കാര്യത്തിൽ ഡീറ്റെയിൽ ടെസ്റ്റ് വേണമെങ്കിൽ നേരെ ലാബിൽ അയച്ച് ടെസ്റ്റ് ചെയ്യും വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങിച്ചു അവർ ഹാജരാകുകയാണെങ്കിൽ, അതായത് ആ ഓപ്പോസിറ്റ് പാർട്ടി ഹാജരാകുകയാണെങ്കിൽ ഹിയറിംഗ് ഉണ്ടാകും. ഹിയറിംഗിന് ശേഷം നിങ്ങൾ പറഞ്ഞ കംപ്ലയിൻറ്റ് ശരിക്കും സത്യസന്ധമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നീതി കിട്ടും. രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ട്രിവാൻഡ്രത്തുള്ള സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറത്തിലേക്ക് വരാം. ഇനി അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നേരെ നാഷണൽ കൺസ്യൂമർ ഫോറത്തിലേക്കും പോകാം. ഇതിൻ്റെയൊക്കെ പ്രൊസീജിയർ സെയിം ആണ്. ഇപ്പോൾ കാലിക്കറ്റിലുള്ള കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഗ്രീവൻസ് റിഡ്രസ് ആവാതെ ട്രിവാൻഡ്രത്തേക്ക് വന്ന് ഒന്നിക്കട്ടെ, അവിടെയും ഇതേ പ്രൊസീജിയർ തന്നെ ഒന്നുകൂടെ ചെയ്യും. അതായത് നിങ്ങളുടെ നോട്ടീസ് വായിച്ച് നോക്കും, കൂടാതെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ലെറ്റർ അയക്കും, അവരെ വിളിച്ചയക്കും, വീണ്ടും ഒന്നുകൂടെ ലാബിലെ ടെസ്റ്റിലേക്കും ടെസ്റ്റ് റിപ്പോർട്ട് വയ്ക്കും. ഇതേ പ്രൊസീജിയർ തന്നെ തുടരും. ഇനി
സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറമായ ട്രിവാൻഡ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു റെമഡി കിട്ടിയില്ലെങ്കിൽ നേരെ നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ വിടും. അവിടെയും ഇതേ പ്രൊസീജിയേഴ്സ് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, എവിടെയാണ് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നത്? നിങ്ങൾ വാങ്ങിച്ച സ്ഥലം എവിടെയാണോ നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നത്, സേ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിലാണ് നടന്നതെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ നിങ്ങൾക്ക് പറയാം. ഇനി അതുമല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വിറ്റ കമ്പനിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്നിരിക്കും, അല്ലെങ്കിൽ ആ ഡീലറിന് ഒരുപാട് ബ്രാഞ്ചസ്, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഇരിക്കുന്ന ലൊക്കേഷനിലായാലും മതി. ഇപ്പം അവർക്ക് തന്നെ മലപ്പുറത്ത് ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മലപ്പുറത്തുള്ള കൺസ്യൂമർ ഫോറത്തിലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനായിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ജനങ്ങൾക്ക് അവരുടേതായ ബുദ്ധിമുട്ടിന് റെമഡീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നോക്കാം. ആദ്യം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒരു മിനിസ്റ്റർ കാണും, who is in charge of the consumer affairs in the central government, who shall be the chairman. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ കൺസ്യൂമർ അഫയേഴ്സിൻ്റെ ഇത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയും. അപ്പോൾ മിനിസ്റ്റർ ഉണ്ടായിരിക്കും, കൺസ്യൂമർ അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ആയിരിക്കും ചെയർമാനായിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ബോർഡ് മെമ്പേഴ്സും കാണും. അത് ഒഫീഷ്യലും നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും, അത് അവർക്ക് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മെമ്പർഷിപ്പ് സ്ഥാനം കൊടുക്കും. ചെയർമാന് ഫിറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മിനിസ്റ്ററാണ് ചെയർമാൻ, അയാൾക്ക് ഫിറ്റാണെന്ന് തോന്നുന്ന ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടും പറ്റും. ടേംസ് ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ 3 വർഷമായിരിക്കും. 3 വർഷം കഴിഞ്ഞ് അത് മാറും, പിന്നെ റിന്യൂ ചെയ്യണം. ഒബ്ജക്റ്റീവ് ഓഫ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, നമ്മളിനി പഠിക്കാൻ വന്നത് സെൻട്രൽ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഉണ്ട്. ഇത് ബേസിക്കലി സെയിം ആണ്, ചെറിയ വേരിയേഷനേ ഉള്ളൂ. അതായത് ഒരെണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ചെറിയ ഓൾട്ടറേഷൻസ് മാത്രമേ വരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് ഓഫ് ദ സെൻട്രൽ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജീവനോ വസ്തുവകകൾക്കോ അപകടം അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടാക്കുന്ന വസ്തുക്കൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ അതിൻ്റെ സർവീസസ് പ്രിവെൻറ്റ് ചെയ്യുക. ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു ഉപഭോക്താവ് വരുമ്പോൾ അയാളുടെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന് അയാൾ പ്രൊട്ടക്റ്റ് അവിടെ ആവണം. കൂടാതെ അയാൾ വാങ്ങിക്കാൻ പോകുന്ന വസ്തുവിൻ്റെ ക്വാളിറ്റി, എണ്ണം, പ്യൂരിറ്റി, ഇത്രയാണ് സ്പെസിഫിക്കേഷൻസ് എന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുകയും വേണം. The right to be assured wherever possible access to a variety of goods and services at competitive prices. ഒരേ കണക്കിലുള്ള വസ്തുക്കൾ പല പ്രൈസസിനുള്ളതായിട്ടുള്ള അവൈലബിൾ ആയിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ മിക്സി ആണെങ്കിൽ പല ബ്രാൻഡ്സിൻ്റെ മിക്സി അവൈലബിൾ ആയിരിക്കണം. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഉപഭോക്താവിന് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചും അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പറ്റണം. The right to be heard and be assured that consumers' interests will receive due consideration appropriate forum. ഓരോ ഫോറംസിലും, അതായത് ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് ഫോറം, നാഷണൽ ഫോറം, ഇത്രയും ഫോറംസിൽ കൺസ്യൂമർ വരുന്ന അയാളുടെ പരാതി ബോധിച്ചാൽ അയാൾക്ക് നീതി നടപ്പിലാക്കേണ്ട സിസ്റ്റം അറേഞ്ച് ചെയ്യാം. ദ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെതിരെയുള്ള ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് അത് മാറ്റി ഫെയർ ട്രേഡ് പ്രാക്ടീസിലാക്കി മാറ്റുക. ഇനി അടുത്ത് നോക്കാം സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. നമ്മൾ ഇപ്പോൾ പഠിച്ചത് സെൻട്രലാണ് പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുള്ള. സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിനിസ്റ്റർ ആയിരിക്കും, അതും ചെയർമാനാണ്. ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഇൻ സ്റ്റേറ്റ് ഷാൽ ബി ദ ചെയർമാൻ. അപ്പോൾ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. ചെയർമാന് സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാകും. അത് ഒഫീഷ്യലും നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാകും. അത് ചെയർമാൻ അപ്പോയിൻറ്റ് അതുപോലെ തന്നെ 10 ആൾക്കാരിൽ കൂടുതൽ മെമ്പേഴ്സ് കൂടരുത്. ആവശ്യത്തിന് മീറ്റിംഗ് ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കൺസ്യൂമറാണ്. ഡിസ്ട്രിക്ട് കൺസ്യൂമറും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറയുന്നത് കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്ട് who shall be the chairman. ഒരു ഡിസ്ട്രിക്ട് കളക്ടറിന് അതിൽ ചെയർമാനായിട്ട് മാറാം.
കൂടാതെ പുള്ളിക്ക് ഒഫീഷ്യൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ വയ്ക്കാം. അവരും റെഗുലറായിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ആ മീറ്റിങ്ങിൻ്റെ കറക്റ്റ് ലോഗ് എഴുതി സൂക്ഷിക്കണം. അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിന് നീതി നടപ്പിലാക്കുക. കൗൺസിൽ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് ഫോറം, നാഷണൽ ഫോറംസ്. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞത് കൗൺസിൽസ് ആണ്, ഇനി ഫോറംസ് ആണ് പഠിക്കുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം, അതായത് എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന്. ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഒരാൾക്ക് ഡിസ്ട്രിക്ട് ജഡ്ജാവാൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അയാളെ പ്രസിഡൻ്റായിട്ട് നിയമിക്കാം. കൂടാതെ 2 മെമ്പേഴ്സും കൂടെ വേണം. അതായത് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ, ഡിസ്ട്രിക്ട് ജഡ്ജിന് ക്വാളിഫിക്കേഷൻ വരികയാണെങ്കിൽ മിനിമം 10 ഇയേഴ്സ് ലോയർ എക്സ്പീരിയൻസ് ആയിരിക്കണം. അപ്പം ആ ക്വാളിഫിക്കേഷനുള്ള ആളെ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് നിയമിക്കാം. കൂടാതെ 2 മെമ്പേഴ്സും കൂടെ വേണം. ഇയാളുടെ അണ്ടറിൽ 2 മെമ്പേഴ്സ് വേണം. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. 1 ഷാൽ ബി എ വുമൺ. ഇത് 2002 ശേഷമാണ് ഒരെണ്ണം സ്ത്രീ ആണോ നിർബന്ധിക്കാൻ കാരണം. ബട്ട് നോട്ട് ലെസ് ദാൻ 35 ഇയേഴ്സ് ഓഫ് ഏജ്. 35 വയസ്സിന് താഴെയാവരുത്. അതായത് ഇയാളുടെ അണ്ടറിൽ നിയമിക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും 35, കാരണം എക്സ്പീരിയൻസ്, അതായത് കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് വേണം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വേണം. അതുദ്ദേശിച്ചാണ് മിനിമം 35 വയസ്സെന്ന് പറയുന്നത്. ഹീ ഷാൽ പൊസസ് എ ബാച്ചലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ബാച്ചലർ ഡിഗ്രി ആയിരിക്കണം. കൂടാതെ അത് മാത്രം മതിയോ? 35 വയസ്സ് വേണം, ബാച്ചലർ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ ആവുന്നില്ലല്ലോ. അയാൾക്ക് സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റി, മനസ്സിലാക്കാൻ പറ്റണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ കാര്യങ്ങൾ, അതായത് 10 വർഷം ഇതുപോലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. എക്കണോമിക്സോ ലോയോ അക്കൗണ്ടൻസിയോ ഈ ഏതെങ്കിലുമൊക്കെ ഫീൽഡുകളിൽ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ടെന്യൂർ ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് രൂപീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് മാത്രമാണ് ഇത് അലവ് ചെയ്തത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മിനിമം 35 ആണെന്ന് പറഞ്ഞ് മാക്സിമം വയസ്സെന്ന് പറഞ്ഞാൽ 65. അതായത് 35നും 65നും വയസ്സിന് നടുക്കുള്ള ആൾക്കാരായിരിക്കണം ഇവിടെയുള്ളത്. പിന്നെ മോണിറ്ററി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ദ ഡിസ്ട്രിക്ട് ഫോറം ഹാവ് എ ജൂറിസ്ഡിക്ഷൻ ടു എൻ്റർടൈൻ കംപ്ലയിൻറ്റ്സ് വെർ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡസ് നോട്ട് എക്സീഡ് 20 lakhs. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 20 ലക്ഷം വരേക്കും ഡിസ്ട്രിക്റ്റ്, 20 ലക്ഷം മുതൽ 1 കോടി വരെ സ്റ്റേറ്റ്, 1 കോടിക്ക് മേലെ നാഷണൽ കമ്മീഷൻ. പവേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഫോറംസ്. പവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്. സമ്മണിങ് ആൻഡ് എൻഫോഴ്സിങ് അറ്റൻഡൻസ് ഓഫ് എനി ഡിഫൻഡൻ്റ് ഓർ വിറ്റ്നസ്. ഇപ്പം ഒരു സാധനം നിങ്ങൾക്ക് ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അത് ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ്, അതിന് വിറ്റ്നസ്, സാക്ഷി ആരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷിയെ വിളിപ്പിക്കുക, അല്ലെങ്കിൽ എതിർകക്ഷി ഉണ്ടല്ലോ, അതായത് ആ വിറ്റ ആൾ, അയാളെ നോട്ടീസ് എടുത്ത് അയാളെ അറ്റൻഡൻസ് എൻഫോഴ്സ് ചെയ്യുക. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ നിങ്ങളുടെ അറ്റൻഡൻസ് നിർബന്ധമാണ്. ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെൻ്റ് ഓർ അതർ മെറ്റീരിയൽ ഒബ്ജക്റ്റ്. വേറെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് അന്വേഷണം നടത്തി ആ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന്. ദ റിസപ്ഷൻ ഓഫ് എവിഡൻസ് ഓർ അഫിഡവിറ്റ്സോ അതുപോലത്തെ എവിഡൻസോ സ്വീകരിച്ച് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇപ്പം അവർ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ഉപഭോക്താവുകൾ തന്നെ പല ഡോക്യുമെൻ്ററി എവിഡൻസ് കൊടുക്കും. ഇത് വാങ്ങിച്ച് ചെക്ക് ചെയ്ത് ഇതിൻ്റെ വാലിഡിറ്റി മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റ് ആവണമെങ്കിൽ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ അയക്കുമെന്ന് പറഞ്ഞു. അപ്പം ലാബിലുള്ള ആക്സസ്, പിന്നെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഇവർക്ക് കിട്ടാനും വെരിഫൈനുള്ള എല്ലാ റൈറ്റ്സും ഇവർക്കുണ്ട്. ഇഷ്യൂയിങ് എനി കമ്മീഷൻ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. ഒരു വിറ്റ്നസ്സിന് എന്തെങ്കിലും പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുക്കണമെങ്കിൽ അതും അവർക്ക് പറ്റും. ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റാണ് പഠിച്ചത്, അടുത്ത സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ സിമിലർ തന്നെയാണ്. സ്റ്റേറ്റിലെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഒന്നുകിൽ ഹൈക്കോർട്ടിലെ ജഡ്ജി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ചെയർമാനായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 2 മെമ്പേഴ്സ്, ഇയാളുടെ അടിയിൽ 2 മെമ്പേഴ്സ് കാണും. 35 വയസ്സിന് മേലെ 65 വയസ്സിന് താഴെ ആയിരിക്കണം. പിന്നെ മിനിമം 10 ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ ബാക്കിയുള്ള നോളജ്, ഫോർ എക്സാമ്പിൾ ലോ, അക്കൗണ്ടൻസി, ഇൻട്രസ്റ്റ്, പബ്ലിക് അഫയേഴ്സ്, ഇതുപോലത്തുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം. 5 വർഷമായിരിക്കും ഇവരുടെ ഓഫീസ്. അത് കഴിഞ്ഞ് രണ്ടാമത് റിന്യൂ ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് നാഷണൽ കമ്മീഷനാണ്. നാഷണൽ കമ്മീഷന് ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു 2 എണ്ണത്തിലും, അതായത് ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും ചെയർമാൻ്റെ അടിയിൽ 2 പേരും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ പക്ഷേ 4 മെമ്പേഴ്സ് വരെ ആവാം. അതായത് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കണം. ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ജഡ്ജി,
അന്ന് ജഡ്ജിയായ സുപ്രീം കോടതി ജഡ്ജി നമുക്ക് അങ്ങോട്ട് നിയമിക്കാം. ഇല്ലെങ്കിൽ അതേ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ, ജഡ്ജി ആവാൻ റൈറ്റുള്ള ക്വാളിഫിക്കേഷനുള്ള വക്കീലായിരിക്കണം. ഈ ക്വാളിഫിക്കേഷനുള്ള ആളെ നമുക്ക് പ്രസിഡൻ്റായിട്ട് നിയമിക്കാം. കൂടാതെ നേരത്തെ 2 എന്ന് പറഞ്ഞു, ചെയർമാൻ്റെ അടിയിൽ വരുന്നത്. നാഷണൽ കമ്മീഷനിൽ വരുമ്പോൾ ചെയർമാൻ്റെ അടിയിൽ 4 പേരാകും. മിനിമം 4 മെമ്പേഴ്സ് ആയിരിക്കണം. ആ 4 മെമ്പേഴ്സ് 35 to 65 ഇന്ന എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കണം. അപ്പീൽ അഗൈൻസ്റ്റ് ആൻ ഓർഡർ. അപ്പീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കോഴിക്കോട്ടുള്ള ഡിസ്ട്രിക്ട് ഫോറത്തിൽ പോയി നിങ്ങൾക്ക് റെമഡി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കേരള സ്റ്റേറ്റിൻ്റെ തലസ്ഥാനത്ത് വന്ന് അവിടുത്തെ സ്റ്റേറ്റ് ഫോറത്തിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ആ പ്രൊസീജിയേഴ്സ് എല്ലാം സിമിലർ ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഫോറത്തിൽ നിന്നും റെമഡി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ഫോറത്തിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു അപ്പീൽ വയ്ക്കുന്നത്? സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലം അല്ലെങ്കിൽ മിനിമം 30 ദിവസത്തിനകം, ഇപ്പം നവംബർ 1 അടുത്ത ഡിസംബർ 1 നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കണം. എന്നാലേ അത് അപ്പീലായിട്ട് സ്വീകരിക്കത്തുള്ളൂ. കാരണം ഇതൊരു മിനിമം എക്സ്പയറി പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷനും ഇതേ റൈറ്റ്സ് തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഗൂഗിൾ LLP അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് LLP. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്താണ് LLP. LLP എന്ന് ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ്. The limited liability partnership is a combination of partnership and corporation. നമ്മൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, കോർപ്പറേഷനെ കുറിച്ചും പഠിച്ചു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതായത് ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ട്നേഴ്സ് ഈസ് ലിമിറ്റഡ്. അവരുടെ ബാധ്യത അവർ ചെയ്തതിന് മാത്രമേ ഉള്ളൂ. അത് ലിമിറ്റഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് പറയുന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതൊരു ന്യൂ കോൺസെപ്റ്റ് ആണ്. അത് ആക്ച്വലി 2008 പണ്ട് പല ഫോറിൻ കൺട്രീസിലും, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ LLP, മൈക്രോസോഫ്റ്റ് LLP ഒക്കെ ഫോറിൻ കൺട്രീസ് ഉണ്ടെങ്കിലും ഈ കോൺസെപ്റ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ നിയമമായിട്ട് രൂപീകരിച്ചത് 2008 LLP ആക്ട് വന്നത്. അപ്പം LLP ആക്ട് 2008 അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പായിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ പറയുന്നില്ല. ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇൻക്ലൂഡിങ് ജമ്മു കാശ്മീരിൽ വരെ ഇത് LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഉള്ളതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലീഗൽ എൻറ്റിറ്റിയാണ്. അത് രജിസ്ട്രേഷൻ്റെ ചില ഫോർമാറ്റ്സ് ഉണ്ട്. ആ രജിസ്ട്രേഷനിലെ ബിസിനസ് എന്താണ്, ആ ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെ ടൈപ്പ് ഓഫ് ബിസിനസ് ഒക്കെ പറഞ്ഞ് ഒഫീഷ്യൽ രജിസ്ട്രാർ സൈൻ ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് എൻറ്റിറ്റി ആയി. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്. LLPയിലെ ഒരു പാർട്ട്ണറെ മാറി പുതിയ ആൾക്കാർ വരികയും അത് പൂർണ്ണമായിട്ട് 2 പാർട്ട്നേഴ്സ് വന്നാലും അത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ 2006 സ്ഥാപിച്ചൊരു കമ്പനി 2012 ആയപ്പം ഒരു പാർട്ട്ണർ പോയി വേറൊരു പാർട്ട്ണർ വന്നു. 2014 പിന്നെയും ആദ്യം ഉണ്ടായിരുന്ന പാർട്ട്ണർ മാറി, പിന്നെയും രണ്ടാമത്തെ പാർട്ട്ണർ വന്നാലും ഇത് ഒറിജിനൽ 2008 സ്ഥാപിച്ചതായിട്ട്, കാരണം ഇത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഫോമാണ്. ബട്ട് പാർട്ട്ണർഷിപ്പ് ഫോമിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് മിനിമം 2 പാർട്ട്നേഴ്സ്, മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. സാധാരണ മാക്സിമത്തിൽ റെസ്ട്രിക്ഷൻ വരുന്നതാണ്, ഇവിടെ മാക്സിമം റെസ്ട്രിക്ഷൻ പറയുന്നില്ല. മിനിമം 2, മാക്സിമം എത്ര പേര് വേണോ ആവാം. ബട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞ പാർട്ട്ണറിന് ആവശ്യമുള്ള എല്ലാം സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ മേജർ ആയിരിക്കണം, മെൻ്റലി ഇൻസെയിൻ ആവരുത്, അങ്ങനെയുള്ള എല്ലാം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ടൈപ്പ് ഓഫ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓർ ബോഡി, ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ ആവാം. സേ ഫോർ എക്സാമ്പിൾ ഒരു LLP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ, നിങ്ങൾ ഒരു മെമ്പറാണ്. മറ്റേ എൻറ്റിറ്റി ഒരാൾക്ക് പകരം ഒരു കമ്പനിക്ക് വേണമെങ്കിലും സൈൻ ചെയ്യാൻ പറ്റും. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണർ, അത് LLP ആക്ട് 2008 പറയുന്ന എല്ലാ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. പാർട്ട്നേഴ്സ് ആസ് ഏജൻറ്റ്സ്, ഈച്ച് പാർട്ണർ ഓഫ് an LLP ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദ LLP. ദ ഏജൻറ്റ് ഓഫ് ദ LLP ബട്ട് നോട്ട് ദി അതർ പാർട്ട്ണർ. അതായത് ഒരു പാർട്ട്ണർ ചെയ്യുന്ന കാര്യങ്ങൾ അയാളിൽ മാത്രം ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി നമ്മൾ ഈ പറഞ്ഞ ആസ് ദ നെയിം സജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഇതിൽ വരുന്നത്. അതായത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ബാധ്യത കുറവാണ്. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ കോൺട്രാക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫോംസിൽ ഏതെങ്കിലും ഒരു മെമ്പർ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാർട്ട്നേഴ്സും അതിന് ഉത്തരവാദിയാണെന്ന് പറഞ്ഞു. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പറയുന്നത് ഒരു പാർട്ട്ണർ
റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് കാണിച്ചാൽ ആ ചെയ്ത ആൾ മാത്രമായിരിക്കും ഇത് ഉത്തരവാദി. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മെമ്പേഴ്സ് ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഫ്രീ ആകും. നെയിം ഓഫ് ദ ഫേം, ആ ഫേമിൻ്റെ പേരിൻ്റെ കൂടെ LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയണം. ഫിനാൻഷ്യൽ ഡിസ്ക്ലോസർ എന്ന് പറഞ്ഞാൽ എല്ലാ LLPയും, അത് നമ്മൾ കമ്പനീസ് ആക്ടിലൊക്കെ പഠിച്ചത് തന്നെയാണ്. കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അതിൻ്റെ റെക്കോർഡ്സും ഉണ്ടായിരിക്കണം. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വോളണ്ടറി, അതും കമ്പനീസ് ആക്ടിൽ പഠിച്ചതിന് സിമിലർ ആണ്. ഇത് നിങ്ങൾ പഠിച്ച ആക്ടുകൾക്ക് സിമിലർ ആണ്, പക്ഷേ ലയബിലിറ്റി മാത്രം ലിമിറ്റഡ് ആണെന്നേ ഉള്ളൂ. ഇത് പറയുന്നത് ആ പാർട്ട്നേഴ്സ് ഒന്നുകിൽ വോളണ്ടറി മനസ്സാൽ വൈൻഡപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ട്രിബ്യൂണലിന് അപ്രോച്ച് ചെയ്താൽ ട്രിബ്യൂണലിൽ വൈൻഡപ്പ് ചെയ്തോളൂ. ഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പെർപ്പച്വൽ സക്സഷൻ, ഒരു കണ്ടിന്യൂസ് സക്സഷൻ ഉണ്ടതായിട്ട് കണക്കാക്കുള്ളൂ. ഇപ്പോൾ 2008 സ്ഥാപിച്ച കമ്പനിയുടെ പാർട്ട്നേഴ്സ് എത്ര മാറി മറിഞ്ഞാലും അതൊരു കണ്ടിന്യൂസ് ബോഡി ആയിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ക്യാപിറ്റൽ കൺസിഡറേഷൻ, അതിൻ്റെ മൂലധനം എത്രത്തോളം നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. ഈ LLPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിനെ പറ്റി ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. പക്ഷേ LLP എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ചില പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ആ കണ്ടീഷൻ ഈക്വലൻ്റ് ആയിട്ട് ഓരോ പാർട്ട്നേഴ്സും അതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. LLP എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓറലല്ല, റിട്ടേൺ എഗ്രിമെൻറ്റിനായിരിക്കും. അതിനൊരു ടേംസ് ആൻഡ് ഇപ്പം ഒരു LLP ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി സ്ഥാപിക്കുമ്പോൾ അതിന് കമ്പനിയുടെ പേരും ബോർഡ് മെമ്പേഴ്സും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ഇവരുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഒക്കെ ഇത്രയാണെന്ന് പറയും. അവർ ഓരോ പാർട്ട്നേഴ്സും ഇതിനകത്ത് സൈൻ ചെയ്യുന്നതായിട്ടുണ്ട്. പിന്നെ അവരെത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ്, അവരുടെ ലാഭം എത്രത്തോളം റേഷ്യാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാകും. അവർ വായിച്ച് മനസ്സിലായിട്ട് സൈൻ ചെയ്യണം. കൂടാതെ കമ്പനി രജിസ്റ്ററിനെ അറിയിച്ച് രജിസ്റ്റർ അത് നോട്ടിഫൈ ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി രജിസ്റ്റർ ഓഫീസിലും സൂക്ഷിക്കും. ഇനി നമുക്ക് നോക്കാം ലയബിലിറ്റി ഓഫ് എ ഫോർമർ പാർട്ട്ണർ. മുമ്പ് ഉണ്ടായിരുന്നൊരു പാർട്ട്ണർ കുറച്ച് ബാധ്യത വെച്ചിട്ട് അയാൾ പോയി. പക്ഷേ അതിന് ശേഷമാണ് മുമ്പുണ്ടായ ബാധ്യതയെക്കുറിച്ച് അറിഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അയാളുടെ ലയബിലിറ്റി എങ്ങനെയാണ് നമുക്ക് അറിയിക്കാൻ നോക്കാം. ദ പേഴ്സൺ ഹാസ് നോട്ടീസ് ദാറ്റ് ദ ഫോർമർ പാർട്ട്ണർ ഹാസ് സീസ്ഡ് ടു ബി എ പർട്ടിക്കുലർ പാർട്ട്ണർ. നോട്ടീസ് ദാറ്റ് ദ ഫോർമർ പാർട്ട്ണർ has ceased to be a partner has been registered to the registrar. ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ പാർട്ട്ണർഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണമെങ്കിൽ അവരാദ്യം നോട്ടീസ് കൊടുക്കണം. ബാക്കി ബോർഡ് മെമ്പേഴ്സിന് നോട്ടീസ് കൊടുക്കുക. അത് പോയിന്റ് നമ്പർ 1. 2, എല്ലാ ബോർഡ് മെമ്പേഴ്സും അംഗീകരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ഒരു രജിസ്ട്രാർ ഉണ്ടായിരിക്കും. ആ രജിസ്ട്രാറിന് ഒരു ഒഫീഷ്യൽ നോട്ടീസ് അയച്ച് ഇൻറ്റിമേറ്റ് ചെയ്യണം. ഇന്നൊരാൾ പാർട്ട്ണറായിരുന്നു, ഈ ഇന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ ഇയാൾ ഇതിൻ്റെ പാർട്ട്ണർ അല്ല എന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അന്ന് മുതൽ ഇയാൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. റൈറ്റ്സ് ഓഫ് എ ഫോർമർ പാർട്ട്ണർ, മുമ്പ് ഉണ്ടായിരുന്ന പാർട്ട്ണറിൻ്റെ ചില അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരാളൊരു കമ്പനിയുടെ പാർട്ട്ണറായിരുന്നു, പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിക്കാൻ പറ്റത്തില്ല. അയാളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹാസ് എ റൈറ്റ് ഈക്വൽ ടു ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഫോർമർ പാർട്ട്ണർ ആക്ച്വലി മെയ്ഡ് ഫോർ ദ LLP. ഇപ്പം മുമ്പ് ഒരു പാർട്ട്ണർ അയാൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇയാൾക്ക് പോകുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. ഈ ഷെയർ ഓർ റൈറ്റ് ഇൻ ദ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, അയാൾ ആ കമ്പനിയിലുണ്ടായിരുന്ന അത്രയും കാലം ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ തുകയും ഇയാളുടെ കൊടുക്കണം. 1, ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൊടുക്കണം. 2, ലാഭത്തിൻ്റെ തുകയും കൊടുക്കണം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ്. ഒരു കമ്പനീസ് എങ്ങനെ ഒഫീഷ്യലായിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നുകിൽ ഒഫീഷ്യൽ ആയിട്ട് അവർക്ക് തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പ് ചെയ്യാം. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, മൊത്തം മെമ്പേഴ്സിൻ്റെ 3/4 അപ്രൂവൽ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 4 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 4 മെമ്പേഴ്സിൽ 3 പേരും വൈൻഡപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ അവർക്കത് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം കൂടെയുണ്ട്, ഈ കമ്പനിക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്നോ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നോ ഇവർ ലോൺ എടുത്തിട്ടാണ് ഈ കമ്പനി റൺ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ അപ്രൂവൽ വേണം. ഇവിടെ ക്രെഡിറ്റേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു LLP എന്ന് പറഞ്ഞൊരു കമ്പനി പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകത്തില്ല. അതിൻ്റെ ബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർത്തതിന് ശേഷമേ അതിൻ്റെ മെമ്പേഴ്സിന് അത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ ഷാൽ ബി ഫയൽഡ് വിത്ത് രജിസ്റ്റർ വിത്തിൻ 30 days ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ. അതായത് 3/4 ഓഫ് മെമ്പേഴ്സ് അംഗീകരിച്ചിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒഫീഷ്യൽ രജിസ്ട്രാറിന് അയച്ചു കൊടുക്കുന്നു. രജിസ്ട്രാർ നോട്ടിഫൈ എന്ന് അറിയിക്കുന്ന സമയത്ത് അത് വൈൻഡപ്പായി. ട്രിബ്യൂണൽ വഴിയും ചെയ്യാൻ പറ്റും. കമ്പനീസ് ട്രിബ്യൂണൽ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ വരുന്നതാണ്. കമ്പനീസ് ട്രിബ്യൂണൽ വഴിയും വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് LLPക്ക് അവരുടെ കടം വീട്ടാൻ പറ്റത്തില്ല.
ഇല്ലെങ്കിൽ അവർ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത രീതിയിലല്ല പോകുന്നത്. ഇനി അതും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ പബ്ലിക് സാധാരണ പൊതു നയത്തിനെതിരെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലോയ്ക്കെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇനി അതും അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും പൊഴിഞ്ഞുപോയി, മിനിമം ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ചെന്ന് പറഞ്ഞാൽ മിനിമം 2 മെമ്പേഴ്സെങ്കിലും വേണമെന്നാണ്. ഇങ്ങനെയാണെങ്കിലും ഒരു കമ്പനീസ് ട്രിബ്യൂണൽ ഇത് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ അസറ്റ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് ബാങ്ക്സും ഫിനാൻഷ്യൽ ഡെപ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇത് ഒഫീഷ്യലായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻ. ഈ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു, ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കോൺട്രാക്റ്റിലെ പോലെ ഒരു മെമ്പർ വരുത്തി വയ്ക്കുന്ന ബുദ്ധിമുട്ട് ബാക്കി എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്യേണ്ടതില്ല. അതായത് ഒരാൾ ഗുണം ഉണ്ടാക്കിയാലും ദോഷം ഉണ്ടാക്കിയാലും അയാൾക്ക് തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഒന്ന് ഈസി ഫോർമേഷൻ, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഫോർമേഷൻ പ്രത്യേകിച്ച് ലീഗൽ ഹാസ് ഇല്ല. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ലോയിൽ പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസും ഒരു ലീഗൽ പേഴ്സൺ ആയിട്ടേ കണക്കാക്കൂ, അല്ലെങ്കിൽ ലീഗൽ വ്യക്തി. അപ്പം ആ കമ്പനിക്ക് അസറ്റ് ആ കമ്പനിയുടെ പേരിൽ വാങ്ങാം. ഫോർ എക്സാമ്പിൾ ടാറ്റ സ്റ്റീൽ ആണെങ്കിൽ ടാറ്റ സ്റ്റീലിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാം, കാരണം അതൊരു നിയമത്തിൻ്റെ സപ്പോർട്ടുള്ളൊരു വ്യക്തിയാണ്. അതിന് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാം, ബാക്കി എല്ലാ ട്രാൻസാക്ഷനിലും ഏർപ്പെടാൻ പറ്റും. ലിമിറ്റഡ് ലയബിലിറ്റി, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഓരോ മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റി അഥവാ ബാധ്യത എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. അവർ എത്രത്തോളമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് അത്രത്തോളമായിരിക്കും. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷനിൽ കടം വരികയാണെങ്കിൽ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് കൊടുത്തിട്ട് കടം വീട്ടേണ്ടതായിട്ടില്ല. അതേസമയം നമ്മൾ നേരത്തെ കമ്പനീസ് ആക്ടിൽ പഠിച്ചു, ഒരു കമ്പനിയുടെ കടം വീട്ടാൻ പറ്റിയില്ലെങ്കിൽ അതിലെ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് കണ്ടുകെട്ടി വീട്ടാം. പക്ഷേ അതേസമയം ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷനിൽ ആ ഒരു പ്രൊവിഷൻ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അതിലെ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ്, അതായത് സ്വന്തമായിട്ട് സമ്പാദിച്ച സ്വത്തുവകകൾ സേഫ് ആയിരിക്കും. പെർപെച്വൽ സക്സഷൻ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, മെമ്പേഴ്സ് എത്ര മാറി മറിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കത്തുള്ളൂ. കമ്പൈൻഡ് ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി, അതായത് പാർട്ട്ണർഷിപ്പും കമ്പനീസിനെയും 2 ഗുണമുണ്ട്. അത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും തരും. So it gives like to more flexibility. Easy transferability of ownership. അതിൻ്റെ ഉടമസ്ഥ അവകാശം അധികം ലീഗൽ ഹാസിൽ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, ലോ റേറ്റ് ഓഫ് ടാക്സേഷൻ. ടാക്സ് കൊടുക്കുന്നത് കുറവാണ്. അതേസമയം നോർമലി കമ്പനീസ് നല്ല എമൗണ്ട് ടാക്സ് കൊടുക്കണം. ഇത് പ്രകാരം കമ്പനി ടാക്സ് കൊടുക്കുന്നതിൻ്റെ അളവ് കുറവാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. ഇതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ. പബ്ലിക് ഡിസ്ക്ലോഷർ. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻ, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ LLP എന്ന് നോക്കാം, അതിലുള്ള എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു രജിസ്ട്രാറിനടുത്ത് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പബ്ലിക് ഡിസ്ക്ലോഷർ ഉണ്ട്. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ, ഒരു ഇന്ത്യൻ സിറ്റിസന് വേണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ അക്കൗണ്ട്സും റെക്കോർഡ്സും വാങ്ങിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അതേസമയം ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ ഫുൾ റെക്കോർഡ്സും എക്സ്പോസ് ചെയ്യേണ്ടതായിട്ടില്ല. ലെസ് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, കമ്പനീസ് ആക്ടിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആളുകൾക്ക് അവരുടേതായ ഒരു റൈറ്റ്സ് കിട്ടും. കടം വീട്ടിയിട്ടേ പോകാൻ പറ്റൂ. ഇനി കമ്പനിക്ക് സ്വത്തില്ലെങ്കിൽ അവരുടെ ബോർഡ് മെമ്പേഴ്സിൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയും കൊടുക്കും. പക്ഷേ ഇതിലൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ്യത വളരെ കുറവാണ്. അതാണ് ലെസ് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ. പൊതുവായിട്ട് ഇങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് LLPക്ക് കൊടുത്തതുകൊണ്ട് ആൾക്കാർക്ക് LLPനുള്ള വിശ്വാസ്യത വളരെ കുറവാണ്. റീറ്റെയിനിങ് പ്രോഫിറ്റ്, ഇത് ലിമിറ്റഡ് ഷെയർ ആണ്. സാധാരണ ഒരു കമ്പനി കണക്ക് ഇതിൻ്റെ ലാഭം സൂക്ഷിച്ചു വയ്ക്കുന്നതല്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ ഭയങ്കരമായിട്ടുള്ള കടം വരികയും അപ്പോൾ ട്രിബ്യൂണൽ നോക്കുമ്പോൾ പേഴ്സണൽ, അതായത് അതിലെ ബോർഡ് മെമ്പേഴ്സ് മനഃപൂർവ്വം വരുത്തി വെച്ച കടമാണെങ്കിൽ ചില എക്സെപ്ഷണൽ കേസുകൾ അവരെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ കടം വീട്ടും. ജോയിൻറ്റ് ലയബിലിറ്റി,
ഇൻ കേസ് ഓഫ് LLP, എനി ആക്ട് ഓഫ് പാർട്ണർ വിത്തൗട്ട് അതേഴ്സ് മേ ബൈൻഡ് ദി LLP. ജോയിൻറ്റ് ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തു വെച്ചാലും ലയബിലിറ്റി ഉണ്ടാവും, ബട്ട് ഞാൻ പറഞ്ഞു എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്.